ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു കുഞ്ഞ് ഔട്ടിങ്ങിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയായിരുന്നേ. ലുലുവിൽ പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ കൺമണിയുടെ ആരോമല ചേച്ചനും അങ്കിളും ആൻറ്റിയും ഒപ്പമുണ്ടായിരുന്നു. കാറിൽ കയറിയത് മുതൽ കുഞ്ഞ് ഫുൾ എനർജറ്റിക് ആയിരുന്നു. ഡാൻസും കളിയൊക്കെയായി ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവളോടൊപ്പം ഞങ്ങളും കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും പുറകിലത്തെ സീറ്റിലാണ് ഇരുന്നത്. ആരോമൽ അച്ചേച്ചൻ ഫ്രണ്ട് സീറ്റിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും പാട്ടൊക്കെയായി ഡാൻസും കളിയൊക്കെ ആയിരുന്നു. ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലുവിലോട്ടെത്തി. ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നന്നായിട്ട് വീഡിയോ എടുക്കാൻ കുഞ്ഞ് സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ലുലുവിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു. അപ്പം കൈയും പിടിച്ചുകൊണ്ട് പോകുവാണ് കൺമണിയെ. കൈ വിട്ട് കഴിഞ്ഞാൽ ഓടടാ ഓട്ടമായിരിക്കും. അങ്ങനെ പുറകിൽ ഞാനുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുഞ്ഞെനിക്കതിന് ടാറ്റയൊക്കെ തന്ന് എസ്കലേറ്ററിലോട്ട് കുഞ്ഞ് കയറി. അങ്ങനെ കൺമണി മോൾ ഫുൾ ഹാപ്പി ആയിരുന്നു. അവളുടെ സന്തോഷമാണല്ലോ നമ്മളുടെയും സന്തോഷം. അങ്ങനെ 2 മക്കളും ഹാപ്പി ആയിരുന്നു. പിന്നെയും എസ്കലേറ്ററിൽ കയറി. പിന്നെ 2 പേരും കൈ വിട്ട് കഴിഞ്ഞാൽ ലുലു ഫുൾ ഓടി നടക്കും. ഞങ്ങളടുത്തേ കാണത്തില്ല. അതുകൊണ്ട് ഞങ്ങളവരെ പതുക്കെ നൈസായി ട്രോളിയിൽ കയറ്റി അവിടെ കൂടി. പക്ഷെ അതും അവർക്ക് എൻജോയ് ആയിരുന്നു. അവരത് എൻജോയ് ചെയ്തു 2 പേരും. ട്രോളി ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ 2 പേരും ട്രോളിയിൽ കയറിയപ്പോൾ. പിന്നെ അവിടെ കൂടി ഒരു റൗണ്ടൊക്കെ കറക്കിയിട്ട് നമ്മൾ കിഡ്സ് പ്ലേ ഏരിയയിലോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. നല്ല രസമായിരുന്നു കാണാൻ. മുന്നേ ഞങ്ങളവിടെ കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് 2 പേർക്കും അറിയാം. അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു റൈഡിലൊക്കെ അവർ കയറി. കൺമണി പിന്നെ 2 പേർക്കും ഡ്രൈവ് ചെയ്യാൻ സൂപ്പറായിട്ട് അറിയാം. ഒരാൾക്ക് 1.5 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സുമാണ്. ഈ 2 പേർക്കും ഡ്രൈവിങ് സൂപ്പറായിട്ട് അറിയാം. 2 പേരെയും ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ അങ്ങ് അനുവദിച്ചു. പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റൊക്കെ അഫോർഡബിളാണ്. പേയ്മെൻറ്റ് ഒന്നിൽ നമ്മൾ കയറണമെങ്കിൽ ഒരു കാറിലോ ജീപ്പിലൊക്കെ കയറണമെങ്കിൽ 80 രൂപ 90 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല അഫോർഡബിളാണ്. അങ്ങനെ 2 പേരെയും കയറ്റി. പാവം കുഞ്ഞുങ്ങൾക്ക് അവർക്കറിയില്ലല്ലോ കളിക്കാൻ, ഗെയിം കളിക്കാനൊന്നും അവർക്കറിയില്ലല്ലോ. അവർ ചുമ്മാ ഇടിച്ച് തകർക്കുവാണ്. മുന്നിലുള്ള കാറിനെ എല്ലാവരും 2 പേരും ഇടിച്ച് തകർക്കുമായിരുന്നു. അങ്ങനെ 2 പേർക്കും പിന്നെ ഡ്രൈവ് ചെയ്യാൻ അറിയാമായിരുന്നു. അങ്ങനെ അവർ 2 പേരും നല്ല ഹാപ്പി ആയിരുന്നു. അധികം ഷോപ്പിംഗ് ഒന്നും ഞങ്ങൾ നടത്തിയില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ ശരിക്കും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. 2 പേരും കിഡ്സ് പ്ലേ ഏരിയയിൽ പോയപ്പോൾ അവർ ഫുൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പക്ഷേ കൺമണി ഒന്നിനും നേരെ പോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കുറച്ച് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഔട്ടിംഗ് വൈൻഡപ്പിലെത്തി. ടാറ്റാ.